ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ അടൂർ പ്രകാശ്, കോൺഗ്രസിലെ ഒരു ആഭ്യന്തര ചർച്ചാ വിഷയം തന്നെയാണ് ഇപ്പോൾ ന്യൂസ് 18 ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് MP മാർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് അങ്ങനെ ആഗ്രഹിച്ചാലും അതിൽ തെറ്റ് പറയാനാവില്ലല്ലോ. അത് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രസ്ഥാനം തീരുമാനം എടുക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാലും ആ തീരുമാനം നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അത് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക. അതിപ്പോ ആരൊക്കെ മത്സരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് തീരുമാനം, ഹൈക്കമാൻഡും മറ്റും എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതിന് ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നത്. അതിപ്പോ പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായ ഒരു തീരുമാനം എടുക്കാനുള്ളത്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയും UDF-ഉം എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. അത്രയേ ഉള്ളൂ. അതാണ് എന്റെ ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചിലപ്പോൾ MP-മാരെ മത്സരിപ്പിക്കേണ്ടി വന്നാലും ഇല്ലേ, അങ്ങനെ ഒരു ചർച്ച നടക്കുവാനും സാധ്യതയുണ്ട് അല്ലേ? കാരണം ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടല്ലോ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ചില ജാതിമത സൗഹാർദ്ദങ്ങൾ ഇതെല്ലാം വരുമല്ലോ ഘടകമായിട്ട്. അല്ല, അതിന്റെ സമയമായിട്ടില്ല. പ്രത്യേക സാഹചര്യം ഉണ്ടാകുന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊന്നും പറയാനുള്ള അവസരം ആയിട്ടില്ല. ആ അവസരം ആകുന്ന സമയത്ത് ഞങ്ങൾ ഈ കൂട്ടായി ചർച്ച ചെയ്യും. ആ ചർച്ചയ്ക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും. എന്തായാലും MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ അപാകതയില്ല അല്ലേ? അല്ല, MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അപാകതയില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവര് MP-മാരായി പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് അതിനുള്ള അനുമതി കിട്ടുന്നതനുസരിച്ചുള്ള നടപടികൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോന്നി മണ്ഡലം താങ്കൾക്ക് ശേഷം കോന്നി ജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ കോന്നി താങ്കൾ നിന്നാൽ ജയിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വരികയാണെങ്കിൽ, ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, താങ്കൾ അത് പക്ഷേ തുറന്ന് സമ്മതിക്കില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഏത് സീറ്റിലാണോ ഇപ്പോൾ ആ MP ഉള്ളത്, ഇപ്പോൾ താങ്കളുടെ കാര്യത്തിലാണെങ്കിൽ ആറ്റിങ്ങൽ, അത് തിരിച്ചു പിടിക്കുക ബുദ്ധിമുട്ടാകും എന്നുള്ള ഒരു ചർച്ച കൂടി വരുമല്ലോ. അത്തരം കാര്യങ്ങളാണല്ലോ ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത്. അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനമാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങളിലേക്ക് പോകും. പിന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കേണ്ടതാണ്, ആ മത്സര രംഗത്ത് ആരാണ് വരേണ്ടത്, അവരുടെ ജയസാധ്യതകൾ എന്തൊക്കെയാണ്, ആ ജയസാധ്യതകൾ നോക്കിക്കൊണ്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും തിരിച്ചു പോരണം, അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമായിരിക്കും അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത്. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അന്തിമമായിട്ട് അന്തിമമായിട്ടൊരു തീരുമാനം എന്ന് പറയുന്നത് ഹൈക്കമാൻഡിൻ്റെതാണ്. പക്ഷേ ഒരു പ്രപ്പോസൽ അങ്ങോട്ട് വെക്കാമല്ലോ. നിങ്ങളുടെ ഇവിടെ സംസ്ഥാന ഘടകത്തിൽ നിന്നൊരു തീരുമാനം അങ്ങോട്ട് പോകുമല്ലോ, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അതെ, ഹൈക്കമാൻഡും മറ്റും ഈ കാര്യത്തിൽ വളരെ വ്യക്തതയോടുകൂടിയുള്ള ചില കാര്യങ്ങൾ അവർ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആ പഠനങ്ങൾക്ക് ശേഷമുള്ള റിപ്പോർട്ടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അതല്ലാതെ ആർക്കും എപ്പോഴും സ്ഥാനാർത്ഥിയായി വരാം എന്ന ഒരു ചിന്ത ഉണ്ടാകുന്നത് തെറ്റാണ്. പക്ഷെ അങ്ങനെ വന്നാലും ഈ പറയുന്ന പോലെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ ആ രീതിയിൽ തീരുമാനിക്കുന്നതിലും താങ്കൾ അപാകത കാണുന്നില്ല അല്ലെ? അങ്ങനെ തെറ്റില്ലല്ലോ അല്ലെ? അത് ഒരിക്കലും തെറ്റില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ പറയുന്ന ഈ പേരുകാരുണ്ടല്ലോ, അവരുടെ കാര്യം ഉള്ളത് തന്നെയാണ്. അതിനപ്പുറമായിട്ട് ചില ആളുകളുടെ, ചില MP-മാരെ വേണ്ടി വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണം എന്നുള്ള പഠനം വന്നു കഴിഞ്ഞാൽ അവരെയും രംഗത്തിറക്കുവാനും മടിക്കില്ല. അതിനുള്ള സാധ്യതകളുമുണ്ട് അല്ലെ? നിങ്ങൾ ഈ പറഞ്ഞ പേര് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പറഞ്ഞ പേരുകൾ താങ്കളുടേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൊടിക്കുന്നിലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ആന്റോയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. 7 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ പേരുണ്ട്, ആന്റണിയുടെ പേരുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരുണ്ട്, MK രാഘവന്റെ പേരുണ്ട്. ഇങ്ങനെ 7 പേരുകളാണ്. കൊടിക്കുന്നിലിന്റെ പേരുണ്ട്.
അല്ല, ഞാനത് കേട്ടില്ല. അതുകൊണ്ടാണ്, ഞാൻ യാത്രയിലായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. തെറ്റിദ്ധരിക്കണ്ട. എന്തായാലും അതിൽ ചർച്ചകൾ ഉണ്ട് പാർട്ടിക്കുള്ളിൽ അല്ലേ? ഹലോ. ചർച്ചകൾ ഉണ്ട് പാർട്ടിയിൽ. അല്ല, എന്തായാലും അത് പിന്നെ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം ആണ് അവസാനമായി അന്തിമമായി വരാൻ പോകുന്നത്. ശരി, നന്ദി ശ്രീ അടൂർ പ്രകാശ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും അദ്ദേഹം ആ സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡിൻ്റെതായിരിക്കും അന്തിമ തീരുമാനം, അതങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. കിരൺ, അത് അടൂർ പ്രകാശ് ഈ കാര്യങ്ങൾ നമ്മൾ കൊടുത്ത ഈ വാർത്ത തെറ്റാണ് എന്ന് അദ്ദേഹം എന്തായാലും പറയുന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. അദ്ദേഹം പറയുന്നത് അതിന് സാധ്യതയുണ്ട്, പക്ഷേ ഹൈക്കമാൻഡ്, അതെപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നതാണ്, അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതായിരിക്കുമെന്ന്. മഞ്ജുഷ, ഒരു നേതാവിനെ, അതും അടൂർ പ്രകാശിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ ഇതിനപ്പുറം പറയാൻ കഴിയില്ല. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഒരു തരത്തിലും അദ്ദേഹം ഈ വാർത്ത നിഷേധിക്കുകയല്ല. എന്ന് മാത്രമല്ല, ഹൈക്കമാൻഡ് പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിൽ UDFന്റെ വിജയത്തിന് ആവശ്യമായ ജാതി സമവാക്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ശരിയാവേണ്ടതുണ്ട്. ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ജില്ലയാകെ ഒരു മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ സംസ്ഥാനത്ത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് മാത്രമാവില്ല, അതിനപ്പുറത്തേക്ക് ആ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആകെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ? നമ്മൾ പറഞ്ഞത് നേരത്തെ ഇതാണ്, കോൺഗ്രസ് എല്ലാ കാലത്തും ഇത്തരം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ സമുദായ സമവാക്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് എല്ലാ വിഭാഗം, അത് ക്രിസ്ത്യൻ വിഭാഗമായാലും മുസ്ലിം വിഭാഗമായാലും ഹിന്ദു വിഭാഗമായാലും അതിലെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾക്കൊക്കെ അതിലെ പ്രധാന നേതാക്കൾക്ക് ഞങ്ങളുടെ ആൾ കൂടി ഇതിനകത്ത് ഉണ്ട്, ഞങ്ങളുടെ ആൾ കൂടി ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വരും എന്നൊരു തോന്നൽ എല്ലാ വിഭാഗത്തിനെയും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ബോധപൂർവമായി നടത്തുന്ന ഒരു പാർട്ടിയാണ്. അത് പരസ്യമായി പറഞ്ഞൊക്കെ നടത്തുകയാണ് കോൺഗ്രസ്. CPM ഇതെല്ലാം ചെയ്യാറുണ്ട്. CPM പക്ഷേ അങ്ങനെ ബോധപൂർവ്വം പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്, കോൺഗ്രസ് പറഞ്ഞിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം. അത്തരം ആലോചനകൾ കോൺഗ്രസിൽ സ്വാഭാവികമായും ഉണ്ട്. ഇത്തരം ഹൈക്കമാൻഡ് അടക്കം ചില പഠനങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാൻ വേണ്ടി ആരും മത്സരത്തിലേക്ക് വരണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അറിയാം, ഷാഫിയെ പോലെ ഒരാളെ എന്തിനാണ് ഇവിടെ ഉറപ്പായും പാലക്കാട് പോലെ ഹൈ റിസ്ക് ഉള്ള ഒരു മണ്ഡലത്തിൽ വിജയിച്ച ഒരാൾ, ചെറുപ്പക്കാരനായ ഒരാൾ, സംസ്ഥാന രാഷ്ട്രീയം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരാളെ എന്തിനാണ് വടകരയിലേക്ക് മത്സരത്തിൽ കൊണ്ടുവരുന്നത്? അങ്ങനെ വടകരയിലേക്ക് മത്സരത്തിൽ കൊണ്ടുവരുന്നത് കേരളത്തിലെ ആകെ വിജയത്തിന് ഷാഫിയെ പോലെ കോൺഗ്രസിലെ യുവ നിരയിൽ നിൽക്കുന്ന, അതും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അവതരിപ്പിക്കേണ്ടത് കോൺഗ്രസിന് ആകെയുള്ള ഒരു മുസ്ലിം വോട്ട് ബാങ്കിലൊക്കെ സ്വാധീനം ചെലുത്താനും അത്തരത്തിലേക്ക് ഒരു പ്രതീതി കോൺഗ്രസ് എല്ലാവരെയും പരിഗണിക്കുന്നു എന്നൊരു പ്രതീതിയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനമായിരുന്നു. പക്ഷേ അവിടെ മറ്റൊരു കാര്യമുണ്ട് കിരൺ, ഇപ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഒരു യുവനിരയുണ്ട്. അവരുടെ എതിർപ്പ് സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനകം തന്നെ പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് തന്നെ നേരത്തെ ഒരു പട്ടിക പുറത്തു വിട്ടിരുന്നുവല്ലോ. ഈ ജയസാധ്യത കൂടിയതല്ല, ജയസാധ്യത ഒരു 50-50 അല്ലെങ്കിൽ അതിൽ താഴെ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നത്, അവരോട് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഒരു യുവനിര വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആ സാധ്യത കണ്ടുകൊണ്ട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അതിനിടയിൽ ഈ മന്ത്രി കുപ്പായം ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെ MP മാർ വന്നിറങ്ങിയാൽ അത് കോൺഗ്രസിൽ വലിയൊരു, എന്താ പറയുക, വലിയൊരു വിമർശനം